بسم الله الرحمن الرحيم وكم أهلكنا من قرية بطرت معيشتها فتلك مساكنهم لم تسكن من بعدهم إلا قليلا وكنا نحن الوارثين وما كان ربك مهلك القرى حتى يبعث في أمها رسولا يتلو عليهم آياتنا وما كنا مهلك القرى إلا وأهلها ظالمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1324 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിലെ 58, 59 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكم أهلكنا من قرية بطرت معيشتها فتلك مساكنهم لم تسكن من بعدهم إلا قليلا وكنا نحن الوارثين وما كان ربك مهلك القرى حتى يبعث في أمها رسولا يتلو عليهم آياتنا وما كنا مهلك القرى إلا وأهلها ظالمون. صدق الله العلي العظيم. സൂറത്തുൽ ഖസസിലെ 58, 59 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അഭിസംബോധന ചെയ്തിരുന്ന ആളുകൾ, അദ്ദേഹത്തിന്റെ പ്രബോധന ദൗത്യ ഘട്ടത്തിൽ അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്ന തരം ആളുകൾ, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച ജീവിത ദർശനത്തെ ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതിരിക്കുകയും അതിനോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ച് അദ്ദേഹത്തെ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് അംഗീകരിക്കാതിരിക്കുകയൊക്കെ ചെയ്ത ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ അവർക്ക് അതിനോട് ആശയപരമായ വിയോജിപ്പ് ഉണ്ടായിരുന്നു എന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ഭൗതികമായ താല്പര്യങ്ങളോട് അത് സംഘർഷപ്പെടുന്നു എന്നതായിരുന്നു അവർക്കുണ്ടായിരുന്ന മുഖ്യമായൊരു കാരണം. നമ്മൾ ഇന്നലെ വായിച്ച ആയത്തില് അവര് രേഖപ്പെടുത്തിയ ആശങ്ക വെളിപ്പെടുത്തുന്നത് അതാണ്. വഖാലു ഇന്നത്തബിഉൽ ഹുദ മഅക, താങ്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ മാർഗദർശനം ഞങ്ങൾ സ്വീകരിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുകയാണെങ്കിൽ നുതഖത്തഫ് മിൻ അർദിന, നമ്മൾ നാട്ടിൽ നിന്ന് വേരോടെ പിഴുതെറിയപ്പെടും, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് റാഞ്ചി കൊണ്ടുപോകപ്പെടും. അവലം നുമക്കിൻ ലഹും ഹറമൻ ആമിന, ഇതാണ് അവര് രേഖപ്പെടുത്തിയ ആശങ്ക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച ജീവിത ദർശനം അവർ സ്വീകരിക്കുകയാണെങ്കിൽ, ആ ദീനിന്റെ ആളുകളായിട്ട് അവർ മാറുകയാണെങ്കിൽ, മക്കയിലും പരിസരത്തും അറേബ്യയിലൊന്നാകെയായും ഒക്കെ അവർക്കുണ്ടായിരുന്ന സ്വാധീനവും സ്ഥാനവും പദവിയും അംഗീകാരവും ഒന്നും തന്നെ തുടർന്ന് അനുഭവിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ജസീറത്തുൽ അറബിലെ ആളുകൾ അവരെ കൈയൊഴിയും. അവർക്ക് കഅബയുടെ പരിപാലകരും സംരക്ഷകരും എന്നൊക്കെയുള്ള നിലക്കുള്ള സ്ഥാനവും ഹജ്ജിന്റെ ആതിഥേയര് എന്നുള്ള നിലക്കുള്ള പദവിയൊക്കെ നഷ്ടപ്പെട്ട് അവര് ആർക്കും വേണ്ടാത്ത, ഒന്നിനും കൊള്ളാത്ത, ഒരു കഴിവും സ്വാധീനവും ഇല്ലാത്ത ആളുകളായി മാറും. നാട്ടില് പിഴുതെറിയപ്പെട്ട അവസ്ഥയിലായിരിക്കും അവര് എന്നാണ്
അവർ ആശങ്കപ്പെട്ടത്. അറേബ്യയിലെ ഭൂരിഭാഗം ആളുകളും ബഹുദൈവ വിശ്വാസികളായിരുന്നു എന്നതാണ് അവരതിന് കാണുന്ന ഒരു ന്യായം, ഒരു കാരണം. കഅബയിൽ കുടിയിരുത്തപ്പെട്ടിരുന്ന നൂറുകണക്കിന് വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ അതിന്റെയൊക്കെ ആളുകളായിട്ട് ജീവിച്ചിരുന്ന അറേബ്യയിലെ പല ഭാഗങ്ങളിലുമുള്ള ആളുകൾ ഇപ്പോ ഖുറൈശികള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേർന്ന് ഏകദൈവ വിശ്വാസത്തിന്റെ ആളുകളായി നിലകൊള്ളുന്നു എന്ന് വന്നാൽ അവര് ഖുറൈശികളെ പിഴുതെറിയുകയും കൈയൊഴിയുകയും ചെയ്തു കളയും എന്നാണ് അവർ ആശങ്കപ്പെട്ടത്. അവര് ആ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും ചെയ്യുന്നത്. വഖാലു ഇന്നത്തബിഉൽ ഹുദാ മഅക. പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്, താങ്കളുടെ കൂടെ താങ്കൾ മുന്നോട്ട് വെച്ച ഈ ഹുദ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ നിലകൊള്ളുകയാണെങ്കിൽ നുതഖത്തഫ് മിൻ അർളിന, നമ്മളെ നാട്ടിൽ നിന്ന് പിഴുതെറിയപ്പെടും, നാട്ടിൽ നിന്ന് റാഞ്ചി കൊണ്ടുപോകപ്പെടും. ഇതാണ് അവർ ആശങ്ക പ്രകടിപ്പിച്ചത്. അതിനുള്ള മറുപടി അല്ലാഹു 2-3 വിധത്തിൽ നൽകുകയാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ. അതിലൊരെണ്ണം ഇന്നലെ നമ്മൾ വായിച്ച ആയത്തിന്റെ ഭാഗമായിട്ട് തന്നെ കാണുകയുണ്ടായി. ഒന്നാമതായിട്ട് മക്കയില് കഅബയുടെ ആളുകളൊക്കെ ആയിട്ട് വലിയ സ്വാധീനം നേടിയ ഖുറൈശി സമൂഹം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ആ സ്വാധീനത്തിലും ആ സുഭിക്ഷതയിലും സമാധാന അന്തരീക്ഷത്തിലും ഒക്കെ എത്തിച്ചേരുകയുണ്ടായത് എന്നതാണ് ചോദ്യം. അള്ളാഹു അത് വ്യക്തമായിട്ടും അവരോട് പറയുന്നത്, നിങ്ങൾക്കായി അവലം നുമക്കിൻ ലഹും ഹറമൻ ആമിനൻ യുജ്ബ ഇലൈഹി സമറാത്തു കുല്ലി ശൈഇ റിസ്ഖൻ മിൻ ലദുന്ന. അവർക്കായിട്ട് നാം ഈ പവിത്ര ഗേഹത്തെയും അതിന്റെ പരിസരത്തുള്ള സ്ഥലത്തെയും വളരെ നിർഭയത്വമുള്ള ഒരിടമാക്കി അവരുടെ ആവാസ കേന്ദ്രമാക്കി നിശ്ചയിച്ചു കൊടുക്കുകയുണ്ടായിട്ടില്ലേ? അവിടേക്ക് എല്ലാവിധ ഫലവർഗങ്ങളും അവർക്കുള്ള വിഭവങ്ങളായിട്ട് എത്തുന്ന വിധത്തില്. അപ്പോ ഫലവർഗങ്ങളുടെ ലഭ്യത, അതുപോലെ സമാധാന അന്തരീക്ഷം, അതുപോലെ പവിത്രത, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകള് മക്കയെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ശാദ്വലതയിലാണ്, അതൊക്കെ നൽകിയ അനുകൂലമായ സാഹചര്യങ്ങളുടെ പ്രയോജനം നേടിക്കൊണ്ടാണ് മക്കയിലെ ഖുറൈശികള് അധിവസിച്ചിരുന്നതും അവരുടെ വലിയ പ്രതാപം കാണിച്ചുകൊണ്ട് നിലക്കൊണ്ടിരുന്നതും ഒക്കെ തന്നെ. എന്നാൽ എങ്ങനെയാണ് അവർക്ക് ഈ ഒരു സാഹചര്യം ഉണ്ടായി വന്നിട്ടുള്ളത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി ഭൂമുഖത്ത് ആദ്യമായി പണിയപ്പെട്ട ആ കഅബ മന്ദിരം, ആ ബൈത്തുൽ അഅ്തിഖ്, അത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം അലൈഹിസ്ലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്ലാമും ചേർന്ന് പുനരുദ്ധരിച്ചതിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ ആ ഒരു പ്രദേശം ആ വിധത്തില് ഹറമൻ ആമിന ആയി മാറുന്നത്. ഖുസൈ ഇബ്നു കിലാബിന്റെ കാലത്ത് ഖുറൈശികളെ അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടി കൊണ്ടുവന്ന് മക്കയിൽ താമസിപ്പിച്ച് വൈകാതെ തന്നെ കഅബയുടെ സംരക്ഷകരും പരിപാലകരുമായി അവര് രംഗത്ത് വരുന്നതോടുകൂടിയാണ് ഖുറൈശികൾക്ക് ആ ഹറമുൻ ആമിനുൻ ആയ ആ സ്ഥലത്തിന്റെ നേട്ടവും അതിന്റെ ഗുണവും ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്നു. അപ്പോ അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ അവര് നഷ്ടപ്പെടുമെന്ന് ഇന്ന് ഭയക്കുന്ന കാര്യം എന്താണോ അത് അവർക്ക് നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടിപ്പോ അവരാശങ്കപ്പെടുന്നത് ആ അള്ളാഹുവിലുള്ള വിശ്വാസം ദൃഢപ്പെടുത്തുന്നതിന്റെ പേരിൽ അവർക്ക് നാട്ടില് വല്ലാത്ത അനിശ്ചിതത്വം ഉണ്ടായി വരും, നാട്ടിൽ നിന്ന് പിഴുതെറിയപ്പെടുകയോ റാഞ്ചിക്കൊണ്ടുപോകപ്പെടുകയോ ചെയ്ത പോലെയുള്ള ഒരവസ്ഥയിലേക്ക് അവര് ചെന്നുപെടും എന്നാണ് അവര് ആശങ്കപ്പെടുന്നത്. ഈ ആശങ്കയുടെ
അവർ പുറംതിരിഞ്ഞു നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ അവർക്ക് വസ്തുതകൾ അറിയാത്ത അവസ്ഥയാണുള്ളത് എന്നാണ് അള്ളാഹു ചേർത്ത് പറയുന്നത്. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകളില് അള്ളാഹു രണ്ട് മറുപടികൾ കൂടി നൽകുകയാണ്. മക്കയിൽ ഏകദൈവ വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് അവർ കടന്നു വന്നാൽ അവർക്കുള്ള എല്ലാ സ്വാധീനവും സ്വീകാര്യതയും അംഗീകാരവും ഒക്കെ നഷ്ടപ്പെടും. അറേബ്യൻ ഗോത്രങ്ങളൊക്കെയും അവരെ കയ്യൊഴിയും. അവരുടെ പഴയ കാലത്തുണ്ടായിരുന്ന പോലെ പലയിടങ്ങളിലുമായി ശക്തി ക്ഷയിച്ച് ചിതറിയ അവസ്ഥയിലായിരിക്കും എന്നതാണ് അവർ ആശങ്കപ്പെട്ടുകൊണ്ടിരുന്ന കാര്യം. അപ്പോ ഒന്നാമതായിട്ട് നിങ്ങളിപ്പോ അനുഭവിക്കുന്ന പ്രതാപമുള്ള അവസ്ഥ നിങ്ങൾക്ക് കൈവന്നത് എങ്ങനെയാണ് എന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾക്കായിട്ട് അള്ളാഹു ഒരുക്കി തന്നതായിരുന്നു. നിങ്ങളെ കഅബയുടെ പരിസരത്ത് താമസക്കാരാക്കി മാറ്റിയതും കഅബയും അതിന്റെ പരിസരവും ഹറമുൻ ആമിനുൻ ആയ വിശുദ്ധ ഭൂമിയും നിർഭയത്വം നൽകുന്ന സ്ഥലവും ഒക്കെയായി മാറിയിട്ടുണ്ടായിരുന്നത് അള്ളാഹു ആ വിധത്തില് അതിനെ ആസൂത്രണം ചെയ്ത് അവിടെ നിങ്ങളെ താമസിപ്പിച്ചത് കൊണ്ടാണ്. ഈ കാര്യം നിങ്ങൾ മറന്നുപോയോ എന്നതാണ് ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യം. തുടർന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചോദ്യരൂപത്തില് അള്ളാഹു ഉന്നയിക്കുകയാണ്. നിങ്ങൾക്കിപ്പോ ഇസ്ലാമിന്റെ പാതയിൽ വരുന്നതോടുകൂടി നിങ്ങൾ പിഴുതെറിയപ്പെടുമെന്ന ആശങ്കയുണ്ടല്ലേ? എങ്കിൽ കേട്ടോളൂ. വകം അഹ്ലക്കിന മിൻ ഖറിയത്തിൻ, എത്ര നാടുകളെ നാം നശിപ്പിക്കേണ്ടായിട്ടുണ്ട്. വകം അഹ്ലക്കിന മിൻ ഖറിയത്തിൻ, എത്രയെത്ര ജനവാസ കേന്ദ്രങ്ങളെ, എത്രയെത്ര ഖറിയത്തുകളെ നാം നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ബത്തുറത്ത് മഈശതഹ, അത് ജീവിത വിഭവങ്ങൾ കൊണ്ട് വലിയ ഐശ്വര്യപൂർണമായ വളർച്ച നേടിയിട്ടുണ്ടായിരുന്നതാണ്. അവിടുത്തെ ആളുകള് വലിയ നിഗളിപ്പ് കാണിക്കുന്ന അവസ്ഥയോളം അവർക്ക് ഐശ്വര്യവും വളർച്ചയും ഒക്കെ ഉണ്ടായതാണ്. അങ്ങനെയുള്ള എത്ര നാടുകൾ നാം അവരെ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹു ഒരു നാടിനെ അവരുടെ കാരണത്താൽ നശിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭൗതികമായ വളർച്ചയോ ഐശ്വര്യമോ ഒന്നും തന്നെ അവരുടെ സുരക്ഷയ്ക്കായിട്ട് ഓടിയെത്തുകയില്ല. അവരെ ദൈവിക നടപടിയിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും ഇല്ല. ഇവിടെ അള്ളാഹു ചോദിക്കുന്ന, നിങ്ങൾക്കിപ്പോ ആശങ്കയുണ്ടല്ലേ? ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആ സ്വീകാര്യത നഷ്ടപ്പെടും. നാട്ടില് പ്രതാപവും ഐശ്വര്യവും ഒക്കെ കാണിച്ചുകൊണ്ട് തലയെടുപ്പോടുകൂടി ധാരാളം ജനതതികളെ നിയന്ത്രിക്കുന്നവരായിട്ട് നമ്മൾ നിലകൊള്ളുന്നു എന്ന അവസ്ഥ പാടേ ഇല്ലാതെയാവും. വേര് പിഴുതെടുക്കപ്പെട്ടവരെ പോലെ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് റാഞ്ചിയെടുക്കപ്പെട്ടവരെ പോലെയൊക്കെ ആയി പോകും എന്നൊരാശങ്ക നിങ്ങൾക്കുണ്ടല്ലേ? ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഈ വേരോട്ടമുള്ള അവസ്ഥ ശാന്തി സമാധാനത്തിന്റെയും അതുപോലെ വലിയ സ്വാധീനം ഉള്ള അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുള്ളത് അള്ളാഹു അങ്ങനെ തന്നത് കൊണ്ടാണ്, അങ്ങനെ നിങ്ങൾക്കായിട്ട് ഒരു ഇടം ഒരുക്കി തന്നത് കൊണ്ടാണ് എന്ന കാര്യം നിങ്ങൾ മറന്നുപോയോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, ഇനി വലിയ ഐശ്വര്യം അനുഭവിച്ചിരുന്ന ആളുകളുടെ കാര്യം നോക്കുക. ബത്തിറത്ത് മഈശതഹ, അള്ളാഹു പറയുന്ന അതാണ്. അവരുടെ മഈശത്തിന് വലിയ വളർച്ചയും ജീവിത വിഭവങ്ങൾക്ക്, അവരുടെ ജീവിതാവശ്യങ്ങൾക്കായിട്ടുള്ള അവരുടെ റിസോഴ്സസ് ഒക്കെ വലിയ വളർച്ചയും വികാസവും ഒക്കെ നേടിയിട്ടുണ്ടായിരുന്നു. ഭൗതിക അർത്ഥത്തിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള നാടുകൾ. അങ്ങനെയുള്ള എത്ര നാടുകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആ ജീവിത വിഭവ സാധ്യതകളോ അക്കാര്യങ്ങളിൽ അവർ നേടിയിരുന്ന മുന്നേറ്റമോ അവരെ ആ ദൈവികമായ നടപടിയിൽ നിന്ന് തടഞ്ഞു നിർത്തുകയുണ്ടായിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് പ്രതാപമുണ്ട്, ഐശ്വര്യമുണ്ട്, അള്ളാഹ് തന്നതുകൊണ്ടുണ്ടായതാണ്. ഇനി ഈ പ്രതാപവും ഐശ്വര്യവും ഒക്കെ നിങ്ങളെ ദൈവിക നടപടി ഉണ്ടാവുമ്പോ അതിൽ നിന്ന് കാത്തു സംരക്ഷിക്കുകയോ? ഇതാണ് ചോദ്യം. ഇല്ല എന്നതിന് നിങ്ങളുടെ കൺമുന്നില് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും പുറകോട്ടും ഒക്കെ ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങളുടെ ചുറ്റുപാടുമായിട്ട് നിങ്ങൾ കാണുന്ന
ധാരാളം ഉദാഹരണങ്ങൾ ഇതാ കണ്ടോളൂ. അള്ളാഹു കേൾപ്പിക്കുകയാണ് ഇവിടെ. വകം അഹ്ലക്ന മിൻ ഖറിയത്തിൻ, എത്രയെത്ര നാടുകളെയാണ്, എത്രയെത്ര പട്ടണങ്ങളെയോ സമൂഹങ്ങളെയോ ഒക്കെയാണ് നാം നശിപ്പിക്കുകയുണ്ടായിട്ടുള്ളത്. ആ പട്ടണങ്ങളുടെയൊക്കെ പ്രത്യേകത എന്തായിരുന്നു? ബത്തിറത്ത് മഈശത്തഹ, അവരവരുടെ മഈശത്തിന്റെ കാര്യത്തിൽ വലിയ വളർച്ച നേടിയിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആളുകള് അവരുടെ ദാരിദ്ര്യത്തെ കുറിച്ച് മറന്നു. സുഭിക്ഷതയില്ലായ്കയുടെ കാലത്തെയൊക്കെ അവര് വിസ്മരിച്ചു. അവര് എല്ലാം തികഞ്ഞവരാണ് എന്ന ഒരവസ്ഥ അനുഭവിക്കുന്നതിന്റെ പേരിലുള്ള ഒരു നിഗളിപ്പും അഹന്തയും ഒക്കെ കാണിക്കുന്നവരാവുമ്പോളം എല്ലാറ്റിനും വലിയ വളർച്ചയായിരുന്നു. അങ്ങനെയൊക്കെ എത്തിയ എത്രയെത്ര നാടുകളെ നാം നശിപ്പിക്കുകയുണ്ടായി. ഇനിയിപ്പോ നോക്കൂ, ഫത്തിൽക മസാക്കിനുഹും, അവരുടെ പാർപ്പിടങ്ങളാണ് ആ കാണുന്നതൊക്കെ. നിങ്ങളുടെ ഇടത്തോട്ട് നോക്കൂ, വലത്തോട്ട് നോക്കൂ, മുന്നോട്ട് നോക്കൂ, പുറകോട്ട് നോക്കൂ, അവിടെയൊക്കെ നിങ്ങൾ കാണുന്ന വിജനമായ കുറെ സ്ഥലങ്ങളുണ്ടല്ലോ. അതൊക്കെയും ഒരു കാലത്ത് അവരുടെ പാർപ്പിടങ്ങളായിരുന്നു. അവരധിവസിച്ചിരുന്ന ഭൂപ്രദേശങ്ങളായിരുന്നു അതൊക്കെ. അവരുടെ പ്രതാപവും പ്രൗഢിയും ഒക്കെ വിളിച്ചോതിയിരുന്ന ഭവനങ്ങൾ നിലനിന്നിരുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. ഫത്തിൽക മസാക്കിനുഹും, ആ കാണുന്നതൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയാലും നിങ്ങളുടെ കണ്ണില് പെടുന്ന ചില പ്രദേശങ്ങളുണ്ട്. അവ ഒരു കാലത്ത് വലിയ പ്രൗഢിയും പ്രതാപവും ഒക്കെ വിളിച്ചോതിയിരുന്ന വാസസ്ഥലങ്ങളായിരുന്നു. മനുഷ്യർ അധിവസിച്ചിരുന്ന പ്രദേശങ്ങളും അവരുടെ ഭവനങ്ങൾ നിലക്കൊണ്ടിരുന്ന സ്ഥലങ്ങളും ഒക്കെ ആയിരുന്നു. ലം തുസ്കൻ മിൻ ബഅദിഹിം ഇല്ലാ ഖലീല, എന്നാൽ അവരെ അള്ളാഹു നശിപ്പിച്ചതിന് ശേഷം വളരെ പരിമിതമായിട്ട് മാത്രമല്ലാതെ അവിടെയൊന്നും ആരും താമസിക്കാൻ വരികയുണ്ടായിട്ടില്ല. ലം തുസ്കൻ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം അവിടങ്ങളിൽ താമസിക്കുകയുണ്ടായില്ല. ഇല്ലാ ഖലീല, വളരെ കുറഞ്ഞ ആളുകളല്ലാതെ. അള്ളാഹു നശിപ്പിച്ച പല ഭൂപ്രദേശങ്ങളെയും വിശുദ്ധ ഖുർആൻ അറേബ്യയിലെ ആളുകൾക്ക് എളുപ്പത്തിൽ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലും വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. തബൂക്കിനടുത്ത് മദായിൻ സാലിഹ് പ്രദേശം, അതുപോലെ ആദ് സമൂഹം അധിവസിച്ചിരുന്ന ഇന്നത്തെ റുബുൽ ഖാലി എന്നൊക്കെ അറിയപ്പെടുന്ന മരുഭൂ പ്രദേശം, അതുപോലെ ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം താമസിച്ചിരുന്ന പ്രദേശം, അത് അറേബ്യയുടെ ഒരു ഭാഗം ഓരം ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ നാട്, അതുപോലെ വേറെയും ചില സമൂഹങ്ങളെ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഈ നാടുകളൊക്കെയും തന്നെ ഒരു കാലത്ത് വലിയ പ്രൗഢിയും പ്രതാപവും ഒക്കെ വിളിച്ചോതിയിരുന്ന പ്രദേശങ്ങളാണ്. ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ബത്തിറത്ത് മഈശതഹ എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. അവരുടെ മഈശത്തൊക്കെ ഭയങ്കരമായിട്ട് തഴച്ചു വളരെയായിരുന്നു. എല്ലാ വിധത്തിലും അഭിവൃദ്ധി നേടി അവര് വലിയ നിഗളിപ്പിന്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള നാടുകളെ അള്ളാഹു നശിപ്പിച്ചതിന് ശേഷം ഇപ്പൊ നോക്ക് അവരുടെ നാടുകൾ എങ്ങനെയാണ്. ഫതിൽക മസാകിനുഹും ലം തുസ്കൻ മിൻ ബഅദിഹിം ഇല്ലാ ഖലീല. അന്ന് ഓരോ ഇഞ്ചിന് വില പറഞ്ഞ് ഭൂമി വാങ്ങിയിരുന്ന സ്ഥലങ്ങളായിരുന്നു അതൊക്കെ. ഒരു സെന്റിന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള മെഷർമെന്റ് ഒന്നും പറയാൻ പറ്റാത്ത വിധത്തില് ഒരു സ്ക്വയർ ഫുട്ടിന്റെ വില, ഒരു സ്ക്വയർ ഇഞ്ചിന്റെ വില എന്നൊക്കെ പറയേണ്ടി വരുന്ന വിധത്തില് അത്തരം ഇടങ്ങൾക്ക് വലിയ വില ഉണ്ടായിരുന്നു. എന്നാ പിന്നീട് എന്താണ്, അവരെ അള്ളാഹു നശിപ്പിച്ചതിന് ശേഷം അപൂർവമായി കുറഞ്ഞ ആളുകള് അവിടങ്ങളിൽ താമസമാക്കി എന്നത് ഒഴിച്ചു നിർത്തിയാൽ അവിടങ്ങളിലൊന്നും താമസക്കാരേ ഉണ്ടായിട്ടില്ല. വമാകാന റബ്ബു, എന്നിട്ട് ലം തുസ്കൻ മിൻ ബഅദിഹിം ഇല്ലാ ഖലീല, അവർക്ക് ശേഷം വിരളമായിട്ട് ഒറ്റപ്പെട്ട ആളുകളല്ലാതെ അവിടങ്ങളിലൊന്നും താമസക്കാരായി എത്തുകയുണ്ടായിട്ടില്ല. വകുന്നാ നഹ്നുൽ വാരിസീൻ, പിന്നെ അതിന്റെ ഒക്കെ അനന്തരാവകാശിയായിട്ട് അതിനെയൊക്കെ ഏറ്റെടുക്കാൻ നാമേ ഉണ്ടായിട്ടുള്ളൂ. അള്ളാഹു പറയുന്ന കാര്യമാണ്. അവരുടെ വാരിസുകളായിട്ട് നാമാണ് ഉണ്ടായിരുന്നത്. അവരുടെ പിന്മുറക്കാരോ അവരുടെ ശേഷം വന്ന തലമുറകളോ ഒന്നും ആ നാടുകളുടെ അനന്തരാവകാശികളായിട്ട് രംഗത്ത് വന്നിട്ടില്ല.
അവർ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. അവരുടെ പിൻഗാമികൾ പോലും ഇല്ലാത്ത വിധത്തില് അവര് പിഴുതെറിയപ്പെട്ടു. പിന്നീട് അക്കൂട്ടരൊക്കെ താമസിച്ചിരുന്ന നാടുകളുടെ അനന്തരാവകാശിയായിട്ട് നാമാണ് ഉണ്ടായിരുന്നത്. അത് ഏറ്റെടുക്കാൻ മനുഷ്യരുടെ കൂട്ടത്തില് അപൂർവമായിട്ട് മാത്രമേ ആരെങ്കിലുമൊക്കെ വന്നിട്ടുള്ളൂ എന്നാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. വളരെ കുറഞ്ഞ ആളുകള് മാത്രമാണ് അവിടങ്ങളിൽ പിന്നെ താമസക്കാരായി എത്തിയിട്ടുള്ളത്. നഹ്നുൽ വാരിസീൻ, അവയുടെയൊക്കെ വാരിസുകളായിട്ട് നാമേ ഉണ്ടായിരുന്നു. മദായിൻ സാലിഹ് പ്രദേശം സന്ദർശിച്ചാല്, അതുപോലെയുള്ള അള്ളാഹു നശിപ്പിച്ച ചില ഇടങ്ങൾ സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവിടെ ആ സമൂഹങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് അത്തരം പ്രദേശങ്ങൾക്കൊക്കെ വലിയ ഡിമാൻഡായിരുന്നു. ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം, ഏറ്റവും ആളുകൾക്ക് ആവശ്യമുള്ള സ്ഥലം ഒക്കെ ആയിരുന്നതാണ്. അതൊക്കെ നഷ്ടപ്പെട്ടു പോകും, അവിടങ്ങളിലൊന്നും തങ്ങൾക്കൊരു വേരോട്ടവും ഇല്ലാതെയായി പോകും എന്ന ഭീതിയാണ് സത്യമാർഗത്തിലേക്ക് വരുന്നതിന് മക്കയിലെ ആളുകൾക്ക് തടസ്സമായിട്ടുള്ളത്. എന്നാൽ ഇതുപോലെ പ്രതാപം കാണിച്ചുകൊണ്ട് തലയെടുപ്പോടുകൂടി പ്രൗഢിയോടുകൂടി നിലക്കൊണ്ടിരുന്ന നാടുകളും സമൂഹങ്ങളും എന്താണ് അവരുടെ അവസ്ഥ? അള്ളാഹു അവരെ നശിപ്പിച്ചതിനെ തുടർന്ന് അവിടങ്ങളിൽ താമസക്കാരായിട്ട് ആരും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി. പിന്നീട് ആ നാടുകളും ഇടങ്ങളും പ്രദേശങ്ങളും ഒക്കെ അവയുടെ അനന്തരാവകാശിയായിട്ട് അള്ളാഹ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വേറെ ആരും ആ നാട് ഏറ്റെടുക്കാൻ വേണ്ടി പിന്നെ വന്നിട്ടേ ഇല്ല. വമാ കാന റബ്ബുക മുഹ്ലിക്കൽ ഖുറ, എന്നാൽ അള്ളാഹു നാടുകളെ നശിപ്പിക്കുന്നവനല്ല. ഹത്താ യബഅസ ഫീ ഉമ്മിഹാ റസൂല, ആ നാട്ടിലേക്ക്, അതിന്റെ കേന്ദ്രത്തിലേക്ക് ഒരു റസൂലിനെ, ഒരു ദൂതനെ, താക്കീതുകാരനായി, സന്തോഷ വാർത്ത നൽകുന്നവനായി ഒരു ദൂതനെ ആ നാടിന്റെ കേന്ദ്രത്തിലേക്ക് നിയോഗിച്ചയച്ച ശേഷമല്ലാതെ അള്ളാഹു ഒരു നാടിനെയും നശിപ്പിച്ചിട്ടില്ല. അള്ളാഹു ഒരു നാടിനെയും നശിപ്പിക്കുന്നവനല്ല. ആദ്യം അള്ളാഹു താക്കീതുകാരനായിട്ട് ഒരു സന്തോഷ വാർത്തയും ഒരു താക്കീതും നൽകുന്നതിന് വേണ്ടി ഒരു ദൈവിക ദൂതനെ നിയോഗിച്ചായിരുന്നു. ആ ദൈവിക ദൂതൻ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു. അതിനോട് ആളുകൾ എങ്ങനെ പ്രതികരിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ആ നാട്ടിന്റെ മേലുള്ള നടപടി സ്വീകരിക്കുക. ചിലപ്പോ ആ നാടിനെ അള്ളാഹു നശിപ്പിക്കും, പക്ഷേ അതിന്റെ മുമ്പായി അള്ളാഹു ദൂതനായക്കും താക്കീതും സന്തോഷ വാർത്തയും ഒക്കെ ആയിട്ട്. എന്നിട്ട് എന്തുണ്ടായി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ആ നാടിനെ നിലനിർത്തണോ നശിപ്പിക്കണോ എന്ന കാര്യം തീരുമാനിക്കുന്നത്. അപ്പോ ഹത്താ യബഅസ ഫീ ഉമ്മിഹാ റസൂല, അതിന്റെ ഉമ്മിലേക്ക്, അതിന്റെ കേന്ദ്രത്തിലേക്ക് ഒരു ദൂതനെ നിയോഗിച്ച് അയച്ചുകൊണ്ടല്ലാതെ ഒരു നാട്ടിന്റെ പേരിലും അള്ളാഹു ഒരു നടപടിയും സ്വീകരിക്കുകയില്ല. അപ്പോ ശരിക്കും ന്യായം പൂർത്തിയായതിനു ശേഷം ദൈവിക സന്ദേശം അവരിലേക്ക് വ്യക്തതയോടുകൂടി എത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് അള്ളാഹു ഒരു നാട്ടിന്റെ മേൽ നടപടി സ്വീകരിക്കുക എന്നതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അതിന്റെ കേന്ദ്രത്തിലേക്ക് ഒരു റസൂലിനെ അയക്കും എന്നതിനെ തുടർന്ന് മാത്രമാണ് അള്ളാഹുവിന്റെ നടപടി ഉണ്ടാവുക. യത്ലു അലൈഹിം ആയാത്തിന, അപ്പൊ ഓരോ നാട്ടിന്റെയും കേന്ദ്രങ്ങളിലേക്ക് അള്ളാഹു തന്റെ ദൂതനെ അയക്കുന്നത് എന്തിനാണ്? യത്ലു അലൈഹിം ആയാത്തിന, നമ്മുടെ ആയാത്തുകൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ആളുകളെ കണ്ണു തുറപ്പിക്കുന്ന, ആളുകളെ വളരെ വസ്തുതാപരമായി ചിന്തിക്കാൻ സഹായിക്കുന്ന, ആളുകളെ സത്യം കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങള് അവരെ കേൾപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൂതന്മാരെ ഈ പട്ടണ കേന്ദ്രങ്ങളിലേക്ക് അള്ളാഹു അയക്കുകയുണ്ടായത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. യത്ലു അലൈഹിം ആയാത്തിന, എന്നിട്ട് തുടർന്ന് വീണ്ടും അള്ളാഹു പറയുകയാണ്, വമാ കുന്നാ മുഹ്ലിക്കിൽ ഖുറ, നാം പട്ടണങ്ങളെ നശിപ്പിക്കുന്നവനല്ല. ഇല്ലാ വ അഹ്ലുഹാ ളാലിമൂൻ, ആ പട്ടണങ്ങളിലെ ആളുകൾ, ആ പട്ടണവാസികൾ ധിക്കാരികളും അക്രമികളുമായി മാറുന്ന ഘട്ടത്തിലല്ലാതെ. അപ്പൊ ഓരോ പട്ടണവും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പട്ടണത്തിലെ ആളുകൾ, പട്ടണവാസികൾ അതിന്റെ മുമ്പ് വല്ലാത്ത അഹങ്കാരികളും ധിക്കാരികളുമായി മാറിയിട്ടുണ്ടാകും എന്നാണ് അർത്ഥം. അഹങ്കാരികളും ധിക്കാരികളുമായി മാറിയ ആളുകള്
അക്രമമാർഗത്തില് നിലകൊള്ളുന്നവരായി മാറിയതിന് ശേഷം മാത്രമാണ് അള്ളാഹു ഒരു നാടിനെ നശിപ്പിക്കുന്നത്. അത് അള്ളാഹുവിന്റെ ഒരു നയമാണ്. ഒരു നാട്ടിന് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ, അവർക്ക് യുക്തിവിചാരം ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കുന്ന വിധത്തില് അള്ളാഹു ആ പട്ടണ കേന്ദ്രത്തിലേക്ക് ഒരു ദൂതനെ അയക്കും. ആ ദൂതൻ അവർക്ക് ദൈവിക വെളിപാടുകൾ ഓതിക്കേൾപ്പിക്കും. ദൈവിക ദൃഷ്ടാന്തങ്ങൾ അവര് കണ്ണു തുറന്ന് കാണാൻ അവസരം ഉണ്ടാകും. സത്യവും അസത്യവും ബോധ്യപ്പെടുന്ന വിധത്തില് കാര്യങ്ങൾക്ക് അവർക്ക് വ്യക്തത ഉണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടായതിനു ശേഷം ആ നാട്ടുകാര് ലാലിമുകളായിട്ട് തുടരുന്നുവെങ്കിൽ, ലുൽമിന് പല ഘട്ടങ്ങളും ഉണ്ട്. സാലിഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം ചെയ്തതുപോലെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായി അയക്കപ്പെട്ട ഒട്ടകത്തിനെ അവർ കൊന്നുകളഞ്ഞല്ലോ. അതേപോലെ പല സമൂഹങ്ങളും പ്രത്യക്ഷ ധിക്കാരം കാണിക്കുകയുണ്ടായിട്ടുണ്ട്. ചിലര് നിഷേധത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അവര് പ്രത്യക്ഷമായ ധിക്കാരത്തിനൊന്നും വരുന്നുണ്ടാവില്ല. അവര് സത്യനിഷേധികളായിട്ട് നിലകൊള്ളും. വേറെ ചിലര് ശത്രുതയും പകയും കാണിച്ചുകൊണ്ട് മക്കയിലെ ആളുകളെ പോലെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലെ ആളുകൾ വേട്ടയാടിയിരുന്നത് പോലെ ഇസ്ലാമിന്റെ ശബ്ദം ഊതിക്കെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ആ സന്ദേശവുമായി വന്ന ആളുകളെ അവര് ശാരീരികമായിട്ട് തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടും. ഇതൊക്കെ ദുൽമിന്റെ പല രൂപങ്ങളും പല ഘട്ടങ്ങളും ഒക്കെയാണ്. അപ്പോ നാട്ടുകാർ ഈ വിധത്തിൽ ലാലിമുകളായി മാറുമ്പോൾ മാത്രമാണ് അവർക്കെതിരിൽ നാം ശിക്ഷാ നടപടി സ്വീകരിക്കുന്നത്, അവരെ നാം നശിപ്പിക്കുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പൊ മക്കയിലെ ആളുകൾക്ക് വേണ്ടുവോളം മറുപടിയായി. ഭൗതികമായ അവരുടെ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഇല്ലാണ്ടായി പോകുന്ന വിധത്തില് തങ്ങൾ നാട്ടിൽ നിന്ന് പിഴുതെറിയപ്പെടും മുഹമ്മദിനോടൊപ്പം ചേർന്നാൽ എന്നതാണ് അവർ ആശങ്കപ്പെട്ടിരുന്ന കാര്യം. ഒന്നാമതായി അവരിപ്പോ ഉള്ള പ്രതാപമുള്ള അവസ്ഥയിലേക്ക് എത്തിയത് തന്നെ അള്ളാഹു അവരെ ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കേണ്ടവരായിക്കൊണ്ട് തെരഞ്ഞെടുത്ത് മക്കയിൽ താമസിപ്പിച്ചതുകൊണ്ടാണ്. രണ്ടാമതായിട്ട് അവരുടെ ചുറ്റുപാടും അവർ കാണുന്ന നാടുകളുണ്ടല്ലോ, നിങ്ങളിപ്പോ ആശങ്കപ്പെടുന്ന വിധത്തിലുള്ളതും അതിനേക്കാൾ മെച്ചപ്പെട്ടതുമായ ജീവിത ഐശ്വര്യങ്ങളും വിഭവങ്ങളും ഒക്കെ അവര് നിലനിർത്തിയിരുന്നു. പക്ഷേ അതൊന്നും അവരെ സംരക്ഷിച്ചില്ല. അള്ളാഹുവിന്റെ നടപടി വന്നപ്പോ ആ മഴീഷത്തൊന്നും അവർക്ക് സഹായമായില്ല. അവര് നശിപ്പിക്കപ്പെടുകയുണ്ടായി എന്നതിനുള്ള അവരുടെ മുന്നിലെ പ്രത്യക്ഷമായ തെളിവുകളാണ് സാലിഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം, സമൂദ് ഗോത്രത്തിന്റെ അവസ്ഥ, അതുപോലെ ആദ് സമൂഹത്തിന്റെ, അതുപോലെ ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ നാട്ടുകാരുടെ, ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ നാട്ടുകാരുടെ ഒക്കെ അവസ്ഥ വിളിച്ചോതുന്നത്. അപ്പോ നിങ്ങളിപ്പോ വളരെ അമൂല്യമായിട്ട് കാണുന്ന ഭൗതിക സൗകര്യങ്ങളും സ്വാധീനവും പദവികളും ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും നിങ്ങളെ ഒരു ദൈവിക നടപടിയിൽ നിന്നും കാത്തു സംരക്ഷിക്കാൻ പോകുന്നില്ല. എന്നിട്ട് അതിന്റെ പേരിലാണ് നിങ്ങൾ സത്യം സ്വീകരിക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുന്നത് എങ്കിൽ എത്ര മൂഢമായ, എത്ര അബദ്ധജടിലമായ തീരുമാനമാണ് നിങ്ങളുടേത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി മാത്രവുമല്ല, എത്രയെത്ര നാടുകളെയാണ് നാം അവരുടെ ധിക്കാരം കാരണമായിട്ട് നശിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അതിന്റെ മുന്നോടിയായിട്ട് ആ പട്ടണ കേന്ദ്രങ്ങളിലേക്ക് നാം ദൂതനെ അയക്കും, താക്കീത് നൽകും, ദൈവിക ദൃഷ്ടാന്തങ്ങൾ കേൾപ്പിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് അവർ അക്രമികളായിട്ട് നിലകൊള്ളുമ്പോഴാണ് നാം അവരെ നശിപ്പിക്കുക എന്ന് കൂടി അള്ളാഹു ഇവിടെ വ്യക്തമാക്കുകയാണ്. മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാളുകൾ എണ്ണപ്പെടാൻ അവസരമായിരിക്കും. അവരുടെ ആവാസ കേന്ദ്രത്തിലേക്ക് അള്ളാഹു ദൂതനെ അയച്ചിരിക്കുന്നു. ആ ദൂതൻ അവർക്ക് ദൈവിക വെളിപ്പാടുകളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ നടപടി ഉണ്ടാകാൻ ഏറെയൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. അവരിപ്പോ അനുഭവിക്കുന്ന മഴീഷത്തിന്റെ ആ വളർച്ചയും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിന്റെ ലക്ഷണമാണ്. വൈകാതെ തന്നെ ദൈവിക നടപടി അവരെ തേടി എത്തുക തന്നെ ചെയ്യും എന്നൊരു കാര്യമാണ്
അള്ളാഹുവിടെ മക്കയിലെ ആളുകൾക്ക് താക്കീതായിട്ട് കേൾപ്പിക്കുന്നത്. സൂറത്തുൽ ഖസസിലെ 58, 59 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാമിന്റെ സംഭവബഹുലമായ ജീവിത ഘട്ടങ്ങളെ വിവരിച്ചതിന് ശേഷം മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിതരുടെ വിഷയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സൂറത്തുൽ ഖസസിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.